വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ വാക്യങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റു ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്റ്റഫർ റീവ് എന്ന ചലച്ചിത്രകാരനെ കുറിച്ച് കേട്ടിരിക്കും. സൂപ്പർമാൻ സിനിമകളിലൂടെ പ്രസിദ്ധനായി മാറിയ വ്യക്തിയാണ് അദ്ദേഹം. വലിയൊരു സാഹസികനും കൂടിയായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ. ഒരിക്കൽ 1995 മെയ് മാസത്തിൽ അദ്ദേഹം ഒരു കുതിര സവാരി നടത്തിക്കൊണ്ടിരിക്കെ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണ് വലിയ പരിക്ക് സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് കാര്യമായ ക്ഷതം സംഭവിച്ച് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കാനോ പോലും ആവാത്ത ഒരു ശാരീരികാവസ്ഥയിലേക്ക് അദ്ദേഹം ആയിപ്പോയി. ബോധം വന്നതിന് ശേഷം അദ്ദേഹം കട്ടിലിൽ കിടന്ന് ആശുപത്രിയിൽ വലിയ വായിൽ നിലവിളിച്ചു. ശരീരത്തിൻ്റെ അസ്വസ്ഥതയും വേദനയും ഒന്നും ആയിരുന്നില്ല അദ്ദേഹത്തെ വേദനിപ്പിച്ച കാര്യം. കാരണം വലിയ സാഹസികൻ, അറിയപ്പെടുന്ന സിനിമാ പ്രവർത്തകനൊക്കെ ആയ തൻ്റെ ആരാധകരൊക്കെ ഇനി തന്നെ ഉപേക്ഷിക്കും, തൻ്റെ സ്നേഹിതരും ബന്ധുക്കളും തന്നെ ഉപേക്ഷിക്കും, തൻ്റെ ഭാര്യ പോലും തന്നോട് ഇനി സ്നേഹം കാണിക്കുകയില്ല എന്നൊക്കെയുള്ള വിഷമത്തിലാണ് അദ്ദേഹം അവിടെ കിടന്ന് നിലവിളിച്ചത്. ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കരമെടുത്ത് സ്വന്തം കൈയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്രകാരം സമാധാനിപ്പിച്ചു, ക്രിസ്റ്റഫർ, യു ആർ സ്റ്റിൽ യു ആൻഡ് ഐ ലവ് യു. ക്രിസ്റ്റഫർ, യു ആർ സ്റ്റിൽ യു ആൻഡ് ഐ ലവ് യു. ക്രിസ്റ്റഫർ, നിങ്ങൾ ഇപ്പോഴും എനിക്ക് ആ പഴയ ക്രിസ്റ്റഫർ തന്നെയാണ്. ഞാൻ നിങ്ങളെ ഇപ്പോഴും പഴയതുപോലെ സ്നേഹിക്കുന്നു. സ്വന്തം ഭാര്യയുടെ ആ വാക്കുകൾ അദ്ദേഹത്തെ വളരെയധികം ബലപ്പെടുത്തി, സന്തോഷവാനാക്കി, ജീവിതത്തിലേക്ക് പ്രത്യാശ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് തളർവാദ രോഗം പിടിപെട്ടവരുടെ പുനരുദ്ധാനത്തിന് വേണ്ടി ഫണ്ട് ശേഖരിച്ചു, ജീവിതത്തിൻ്റെ അവസാനം വരെ എന്ന് പറയുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ചിലപ്പോൾ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അല്ലെങ്കിൽ കുടുംബജീവിതം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കുറവ് വന്നു ഭവിക്കാവുന്നതാണ്, സ്വാഭാവികം. പക്ഷെ ശ്രദ്ധിക്കണം, ഒരാളുടെ കുറവ് അതൊരു കുറവ് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് മറ്റൊരാൾ ഒരു വലിയ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നതിലും കൂടുതൽ നല്ലത് ഒരാളുടെ കുറവ് മറ്റേയാൾ തൻ്റെ നിറവ് കൊണ്ട് നികത്തുന്നതാണ്. ഒരു ഡാനിഷ് പഴമൊഴി ഇപ്രകാരമാണ്, അന്ധയായ സ്ത്രീയും ബധിരനായ പുരുഷനും തമ്മിലുള്ളതാണ് യഥാർത്ഥ വിവാഹം എന്ന്. ഏതാണ്ട് ഇതേ ചിന്തയിൽ തന്നെ കൊച്ചു കവിതകളിലൂടെ വലിയ ചിന്ത സമ്മാനിച്ച കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. കാന്തയ്ക്ക് കണ്ണ് പാടില്ല, കാതു പാടില്ല കാന്തനും, ദാമ്പത്യം കാന്തമാമെന്നാൽ ഇല്ലെങ്കിലോ കുന്തമായിടും എന്ന്. അതായത് ഭാര്യയ്ക്ക് ഒരു കണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, ഭാര്യയുടെ കണ്ണില്ലാത്ത കുറവ് ഭർത്താവിൻ്റെ കണ്ണുകൊണ്ട് അവിടെ നികത്തപ്പെടും. നേരെ മറിച്ചും ഭർത്താവിന് ചെവി കേൾക്കുന്നില്ലെങ്കിലും ഭാര്യയ്ക്ക് ചെവി കേൾക്കാനുള്ള കഴിവ് കൊണ്ട് ഭർത്താവിൻ്റെ കുറവ് അവിടെ നികത്തപ്പെട്ടു പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കുടുംബജീവിതം കാന്തമാകുന്നത്, മനോഹരമാകുന്നത്, സുന്ദരമാകുന്നത്. അല്ലാത്ത സമയത്ത് ഇതെന്തൊരു കുന്തമാണ് ഞങ്ങളുടെ കുടുംബജീവിതമെന്ന് പരസ്പരം കുറ്റം പറയാനും ലോകത്തെ മുഴുവനും പഴി പറയാനും മാത്രമേ കുടുംബജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. വളരെ പഴയൊരു കഥയാണ്. മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയി എന്ന് നാം പറയുന്നു. ശ്രദ്ധിക്കണം, കാശിക്ക് പോകൽ ദൈവത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇടയ്ക്ക് മഴ വന്നപ്പോൾ കരിയില മണ്ണാങ്കട്ടയുടെ മുകളിൽ കുട തീർത്തു. ഇടയ്ക്ക് കാറ്റ് വന്നപ്പോൾ കരിയില പറന്നു പോകാതിരിക്കാൻ
മണ്ണാങ്കട്ട മുകളിൽ കയറിയിരുന്നു. കഥ വീണ്ടും തുടരുന്നുണ്ട്. കാറ്റും മഴയും ഒരുമിച്ച് വന്ന് അവരൊലിച്ചുപോയി എന്ന് പറഞ്ഞ്. പക്ഷെ ശ്രദ്ധിക്കണം, കുടുംബജീവിതത്തിലും ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ മറ്റേയാൾ ഒരു കുട പോലെ തീർത്ത് ആ കുറവ് ഒരു പ്രശ്നമാകാതെ തൻ്റെ നിറവ് കൊണ്ട് പരിഹരിക്കുന്നിടത്താണ് കുടുംബജീവിതത്തിൽ ഒരുമിച്ച് പോകുന്ന കുടുംബത്തിന്റെ ഭദ്രതയും സമാധാനവും നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിയണം. കുടുംബജീവിതം ആരംഭിച്ചു, അല്പനാളുകൾ കഴിയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്താ ഇങ്ങനെ ഒരു കുഴപ്പം, അവക്കതൊന്ന് ശരിയാക്കിയെടുത്താൽ എന്താണ് എന്ന് ഭർത്താവ് വിചാരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഭാര്യ വിചാരിക്കുമോ, ഈ ഭർത്താവ് എന്തൊരു പ്രശ്നക്കാരനാണ്, ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ വലിയ പ്രശ്നമാണല്ലോ, അയാൾക്ക് ആ സ്വഭാവം ഒന്നും മാറ്റാൻ പാടില്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി പറയുന്ന അവസ്ഥ കുടുംബജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, അവിടെ പഴി പറയുക എന്നതിലുമൊക്കെ അപ്പുറം എനിക്ക് ഒരു നല്ല നിറവുണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് എൻ്റെ നിറവ് കൊണ്ട് നികത്താൻ ഇവിടെ നിൽക്കുന്നയാൾ ശ്രമിക്കുന്നിടത്താണ് കുടുംബജീവിതം പരസ്പര പൂരകമായിട്ട് ജീവിതാവസാനം വരെ മുന്നോട്ട് പോകാനുള്ള നല്ല സാധ്യതകൾ, നല്ല അവസ്ഥകൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്നത് എന്ന് തിരിച്ചറിയണം. രണ്ടാമത്തെ ഒരു കാര്യം, കുടുംബജീവിതത്തിൽ പരസ്പരം തുറന്ന് സംസാരിക്കുന്ന ഒരു നല്ല മനോഭാവം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ്. അതായത് കുടുംബജീവിതമൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാം സന്തോഷപ്രദമായിരിക്കും. പക്ഷേ കുറെ നാൾ കഴിയുമ്പോൾ സംസാരം കുറയുന്നു, പരസ്പരമുള്ള ആശയവിനിമയമൊക്കെ കുറഞ്ഞു വരുന്നു. പിന്നെ ആകെ മനസ്സിലുള്ള ചില കണക്ക് കൂട്ടലുകളാണ്. ഇന്നലെ ഭർത്താവ് വൈകിയാണ് വന്നത്, എന്താണെന്നാവോ വൈകി വന്നത്, എന്നോടൊരു കാര്യവും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഭർത്താവ് ആലോചിക്കുന്നു, ഇത്രയും ദിവസമൊക്കെ ആയി, ഇത്രയും നാൾ നന്നായിട്ടൊക്കെ കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് തരുമായിരുന്നു, ഇന്ന് കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നല്ല കറിയൊന്നും അല്ല വെക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ട കറിയൊന്നും വെക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ വിചാരിച്ച് രണ്ടുപേരും രണ്ട് മനസ്സുകളിലായിട്ട് കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി ഏറ്റവും ഒടുവിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന് എല്ലാം കൂടി പൊട്ടിത്തെറിക്കലായി, ഭൂകമ്പമായി, പിന്നെ പഴയ കണക്കുകളൊക്കെ എടുത്തിട്ട് വിഴുപ്പലക്കുകളായി. ഞാൻ പണ്ടേ ശ്രദ്ധിച്ചതാണ്, കുറെ നാളായിട്ട് എന്നോട് മിണ്ടുന്നില്ല, ഞാനും ശ്രദ്ധിച്ചു, എന്നോട് ഇപ്പോൾ മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല എന്നെ അവഗണിക്കുക കൂടി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്പരം പഴി പറയുന്ന ചില അവസ്ഥകൾ. അവിടെ വലിയ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില സാഹചര്യങ്ങളിൽ വന്നു ഭവിക്കുന്നത് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നമായിട്ട് പിന്നീട് വലിയ പൊട്ടിത്തെറിയായിട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു കൊച്ചു കഥ, അല്പം നർമ്മം കലർന്ന ഒരു കഥ പങ്കുവെക്കാം. ഒരു വർക്കിച്ചേട്ടനും ഒരു എലിക്കുട്ടിച്ചേട്ടത്തിയും, രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ, രണ്ടുപേരും പ്രായമായവർ. ഒരു ദിവസം വർക്കിച്ചേട്ടൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് അടിച്ചു വാരാം, കട്ടിലൊക്കെ എടുത്ത് പുറത്തിട്ട് ഒക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് എലിക്കുട്ടിച്ചേട്ടത്തി മുമ്പിലൂടെ വെറുതെ നടന്നു പോകുന്നു. ഭർത്താവ് വിചാരിച്ചു, അവൾ വെറുതെ പോകുന്നതല്ലേ, അവള് എൻ്റെ ഭാര്യയല്ലേ, എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കണ്ടേ, ഒന്നിങ്ങോട്ട് വന്നേ എലിക്കുട്ടി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ കട്ടിലൊന്ന് പിടിച്ചിടാം. ഭാര്യ വിചാരിച്ചു, കൊള്ളാം, എൻ്റെ ഭർത്താവ് വിളിച്ചതല്ലേ, എന്തായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കേണ്ടവരല്ലേ, ചെന്ന് പിടിച്ചു കളയാം. രണ്ടുപേരും കൂടി കട്ടിൽ പിടിക്കാൻ ആരംഭിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കട്ടിൽ ഒരു ഇത്തിരി പോലും അനങ്ങുന്നില്ല. അവർ കുറെ നേരം ശ്രമിച്ചു. അവസാനം പണി നിർത്തി. ഭർത്താവ് പറഞ്ഞു, നീ അകത്ത് പോയി ഇത്തിരി കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വാ, ഞാൻ ആകെ ക്ഷീണിച്ചു. ഭർത്താവിന് വേണ്ടി ഭാര്യ അകത്ത് പോയി കഞ്ഞിവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ ഒന്ന് തുടച്ച് ആ കട്ടിലുമേ തന്നെ ഇരുന്നു കൊണ്ട് ആ വർക്കിച്ചേട്ടൻ പറഞ്ഞു, എന്നാലും എൻ്റെ എലിക്കുട്ടി, നമ്മൾ രണ്ടുപേരും കൂടി പിടിച്ചിട്ടും ഈ കൊച്ചു കട്ടില് ഒന്ന് അകത്തേക്ക് ഇടാൻ പറ്റിയില്ലല്ലോ. അപ്പോഴാണ് ഭാര്യ മറുപടി പറയുന്നത്, അത് ശരി, നിങ്ങൾ അകത്തേക്കിടാനാണ് ശ്രമിച്ചത്, ഞാൻ വിചാരിച്ചു ഇത് പുറത്തേക്കിടാനാണ് ശ്രമിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു പോയി എന്ന്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളാണ് ഒരുപക്ഷെ വളർന്ന് വലുതായി വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വലിയ പൊട്ടിത്തെറിയിലൊക്കെ വന്നു ചെന്ന് അവസാനിക്കുന്നത്. ശ്രദ്ധിക്കണം, ഭർത്താവ് പറഞ്ഞത് ഭാര്യ മനസ്സിലാക്കുകയും ഭാര്യയ്ക്കത് പറഞ്ഞതുപോലെ തന്നെ മനസ്സിലായി എന്ന് ഭർത്താവ് തിരിച്ചറിയുകയും വേണം. നേരെ മറിച്ചും ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ മറ്റേ വ്യക്തി മനസ്സിലായി എന്ന് തിരിച്ചറിയുകയും അതേപോലെ മറുപടി സ്വീകരിച്ച് ഒരുമിച്ച് പോവുകയും ചെയ്യാത്തിടത്ത് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ മറുപടികൾക്ക് അതെ എന്നുള്ളതിന് അതെ എന്നും അല്ല എന്നുള്ളതിന് അല്ല എന്നുമായിരിക്കട്ടെ, ബാക്കിയുള്ളതെല്ലാം പിശാചിൽ നിന്ന് വരുന്നു. അതല്ല എങ്കിൽ ചില കാര്യങ്ങൾ പകുതി പറഞ്ഞു പകുതി പറയാതെ ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നിടത്ത് പൈശാചികമായിട്ടുള്ള ചില കടന്നുകയറ്റങ്ങൾ കടന്നു വരും. കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നം അത് ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. ഒരു കൊച്ചു കഥ വേറെയുണ്ട്. അതായത് ഒരു 25 വർഷത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ദമ്പതിമാര് എല്ലാവരും അവരെ ആഘോഷത്തിൽ പങ്കുചേരാനായിട്ട് വന്നുകൂടി. എല്ലാവർക്കും അറിയണം ഇത്രയും നാൾ വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിച്ചു. അവര് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഭർത്താവാണ് മറുപടി പറഞ്ഞത്, ഇത്രയും നാള് ഞങ്ങൾക്ക് സന്തോഷത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് എൻ്റെ ഈ വാച്ച് കൊണ്ടാണ്.
ഈ വാച്ചാണ് ഇതിന് കാരണമായിട്ട് മാറിയത്. എല്ലാവർക്കും അത്ഭുതമായി. ഈ വാച്ചിന് എന്തായിട്ടോ പ്രത്യേകത? ഭർത്താവ് പറഞ്ഞു, വാച്ചിനല്ല പ്രത്യേകത, ഇത് എൻ്റെ വിവാഹ ദിവസം എൻ്റെ ഭാര്യയുടെ പിതാവ് എനിക്ക് സമ്മാനിച്ചതാണ്. ഈ വാച്ചിന്റെ ഡയലിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്, അതാണ് എൻ്റെ ജീവിതത്തെ എപ്പോഴും പിടിച്ചു നിർത്തുമായിരുന്നത്. അതെന്താണെന്നറിയാനായി പിന്നെ എല്ലാവർക്കും ശ്രമം. അത് ഇപ്രകാരമായിരുന്നു: സേ സംതിങ് ടു യുവർ വൈഫ് എവറി ഡേ. എല്ലാ ദിവസവും എന്തെങ്കിലും നിന്റെ ഭാര്യയോടൊന്ന് സംസാരിക്കുക. പലപ്പോഴും ജീവിതത്തിലെ തിരക്കുകൾ കൂടിക്കൂടി വരുമ്പോൾ, ജോലിയുടെ തിരക്ക്, പഠനത്തിന്റെ തിരക്ക്, ചില കാര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതൊക്കെ തിരക്കില് ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, കുടുംബത്തിലുള്ള മക്കളും മാതാപിതാക്കളും ഒക്കെ തമ്മിൽ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളൊക്കെ വന്നാൽ അത് അറിയാതെ കുടുംബജീവിതത്തിൽ പരസ്പരമുള്ള ബന്ധത്തിന് വലിയ വിള്ളൽ പിന്നീട് വരുത്തി ചേർക്കും എന്ന് നാം തിരിച്ചറിയണം. നിസാര കാര്യമാണെങ്കിലും ഒരുമിച്ച് പങ്കുവെക്കാനും സംസാരിക്കാനും, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം പങ്കുവെക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ തയ്യാറാകുന്നിടത്ത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ കുറയും. അവിടെ യാതൊരു രീതിയിലുള്ള വിള്ളലുകളും ഉണ്ടായിരിക്കുകയില്ല. സുരക്ഷിതമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഇടയാകും എന്ന് നാം മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം, അത് കുടുംബജീവിതത്തിൽ പരസ്പരം സൂക്ഷിക്കേണ്ട, പരസ്പരം അംഗീകരിക്കുന്ന ഒരു മനസ്സും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനസ്സും ഉണ്ടാവുക എന്നതാണ്. കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ വീട്ടിലെ ഒരു നല്ല ശതമാനം പണിയും നമ്മുടെ അമ്മമാരൊക്കെയാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി, എല്ലാവരെയും കൊച്ചുമക്കളെയൊക്കെ കുളിപ്പിച്ചൊരുക്കി, അവർക്ക് വേണ്ട വസ്ത്രവും യൂണിഫോമും ഒക്കെ തയ്യാറാക്കി, എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊക്കെ സാധിക്കുന്ന പോലെയൊക്കെ ഭംഗിയായിട്ട് തയ്യാറാക്കി, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട വസ്ത്രങ്ങളൊക്കെ തേച്ച് ഒരുക്കി, അതൊക്കെ ഒരുക്കിക്കൊടുത്ത് എല്ലാവരെയും തയ്യാറാക്കി, അമ്മയും കുളിച്ചൊക്കെ തയ്യാറാക്കി ഇറങ്ങാൻ ശ്രമിക്കുന്നിടത്താണ് അവസാനം ഒരുപാട് അന്വേഷണങ്ങൾ, ഒരുപാട് പരാതികൾ വീട്ടിൽ അമ്മയ്ക്കെതിരെ വരുന്നത്. അമ്മയെ, നമ്മുടെ ഇളയ കൊച്ചിന്റെ ഷൂസ് എവിടെ, എൻ്റെ ഹെയർ ബാൻഡ് എവിടെ, എൻ്റെ ബട്ടൺസ് കാണുന്നില്ല, എൻ്റെ ഷൂസ് കാണുന്നില്ല, എൻ്റെ ചെരുപ്പ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അമ്മയുടെ അടുത്താണ് പരാതിയുമായിട്ട് വരുന്നത്. ആ പരാതിയൊക്കെ തീർത്ത് അവസാനം വീട് പൂട്ടി ഇറങ്ങാൻ ശ്രമിക്കുന്നിടത്താണ് ഒരുപക്ഷെ വീടിന്റെ താക്കോല് കാണുന്നില്ല. എല്ലാവരും പിന്നെയും വീണ്ടും അമ്മയുടെ നേരെയായി. അമ്മയോട് പറഞ്ഞിരുന്നതല്ലേ ഇതൊക്കെ ഒന്ന് നേരത്തെ എടുത്തു വെക്കാൻ, ഈ അവസാന നിമിഷം ഇങ്ങനെ വൈകിയാൽ എന്ത് ചെയ്യും, കുർബാന തുടങ്ങിപ്പോവും, പെരുന്നാളിന്റെ നാടകം തുടങ്ങിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ സിനിമ പകുതിയായി പോവും എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിലെ ചില നിസ്സാര കാര്യങ്ങളിൽ പരസ്പരം അംഗീകരിക്കാനും നല്ലത് കുടുംബജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനത്തിന് തീർച്ചയായിട്ടും വലിയ ഫലമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അമ്മമാരൊക്കെ വീട്ടിലെടുക്കുന്ന പണിക്കൊക്കെ ഇടയ്ക്ക് ചെന്ന് അപ്പച്ചന്മാര്, ഭർത്താക്കന്മാര്, മക്കളൊക്കെ ഒന്ന് ചെന്ന് സഹായിക്കുന്നത് എന്തൊരു സന്തോഷമായിരിക്കും അവർക്ക്. ഇന്ന് ഒരുപാട് പണിയുണ്ടായി, ഞങ്ങളൊക്കെ ഒന്ന് സഹായിക്കാം എന്ന് പറഞ്ഞ് സാധിക്കുന്നത് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഇന്ന് വെച്ച കറി കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇനി അതുപോലെയൊക്കെ കറി ഉണ്ടാക്കണം എന്ന് വീട്ടിൽ അമ്മയോടൊന്ന് പറഞ്ഞു നോക്ക്. എന്തിനുമാത്രം അഭിമാനത്തോടു കൂടി ആയിരിക്കും അമ്മ എല്ലാ പണികളുമൊക്കെ ഒരുക്കി ക്ഷീണമൊക്കെ മറന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം താനുടുത്ത സാരി കൊള്ളാം എന്ന് ഭർത്താവ് ഒന്ന് പറഞ്ഞു നോക്ക്. ഭാര്യയ്ക്ക് എന്തുമാത്രം അഭിമാനമായിരിക്കും തന്നെക്കുറിച്ച് തന്നെ. ആത്മാഭിമാനം ഉണ്ടാകുന്നവര് ജീവിതത്തിലെ ക്ഷീണങ്ങളൊക്കെ മറന്ന് പിന്നെ കൂടുതൽ സന്തോഷമായിട്ട് അധ്വാനിക്കാനായിട്ടൊക്കെ ഇടവരും. തീർച്ചയായിട്ടും ഇതിനൊരു മറുവശം കൂടിയുണ്ട്. വിദൂരത്തോ വിദേശത്തോ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു ഭർത്താവ് സാധിക്കുന്നത് പോലെയൊക്കെ വീടിന് വേണ്ടി സമ്പാദ്യമൊക്കെ സ്വരുക്കൂട്ടാനായിട്ട് ശ്രമിച്ചു. ഇടയ്ക്ക് ഓവർ ടൈം ഒക്കെ ചെയ്ത് പണി ചെയ്ത് കുറെ സമ്പാദ്യങ്ങളും ഒക്കെ ആയിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ട സാധനങ്ങളും സാമഗ്രികളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. വലിയ സന്തോഷത്തോടുകൂടെ താൻ ഒതുക്കി ചേർത്തുണ്ടാക്കിയ സമ്പാദ്യം എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കുന്ന അവസരത്തിൽ ഒരുപാട് പരാതികൾ മാത്രമാണ് ഭർത്താവിന്, പിതാവിന് കേൾക്കാനിടയാവുന്നതെങ്കിലോ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കൊണ്ടുവന്ന അതേ ഡിസൈനിലുള്ള സാരി, കുറെ കൂടി വലിയ കസവുള്ള സാരി വാങ്ങാൻ പാടില്ലേ എന്ന് പറഞ്ഞ നിസാര കാര്യത്തിന് ബഹളം വെക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു അമ്മ. അപ്പച്ചൻ പണ്ടേ പറഞ്ഞിരുന്നതാണ്, തിരിച്ചു വരുമ്പോൾ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് പിടിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാം, പുതിയ കമ്മൽ മേടിപ്പിച്ചു എന്ന് പരാതി പറയുന്ന മകള്. എനിക്ക് പുതിയ മൊബൈൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എവിടെ എന്ന് പറഞ്ഞ അപ്പനോട് തല്ലുപിടിക്കാൻ ചെല്ലുന്ന മകൻ. ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ആണ് എന്ന് മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും പലപ്പോഴും കുടുംബത്തിൽ സാധിക്കാത്തിടത്ത് വലിയ നിരാശയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങി, ചേട്ടൻ എന്ത് വാങ്ങി എന്ന് വരുമ്പോൾ ഭർത്താവിനോടൊന്ന് ചോദിച്ചു നോക്ക്. എന്തൊരു വലിയ സംതൃപ്തി ആയിരിക്കും ഭർത്താവിന്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചേട്ടൻ സംഘടിപ്പിച്ചതല്ലേ, നമുക്കിത് മതി, ഇതുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം, ഉള്ളത് കൊണ്ട് ജീവിക്കാൻ നമുക്ക് നമ്മുടെ മക്കളെയും പഠിപ്പിക്കാം എന്ന് ഭാര്യ, വീട്ടിലുള്ള അമ്മ ഭർത്താവിനെ പറഞ്ഞ് ഉള്ളത് കൊണ്ട് സന്തോഷപ്രദമാക്കുന്ന ഒരു ചൈതന്യം വീട്ടിൽ പ്രസരിപ്പിക്കുന്നിടത്ത് കുടുംബജീവിതത്തിൽ വലിയ സന്തോഷം, അംഗീകാരം കിട്ടിയതിന്റെ സന്തോഷം, പ്രോത്സാഹനം കിട്ടിയതിന്റെ ആത്മാഭിമാനം
ഒക്കെ ആയിട്ട് കുടുംബജീവിതം സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാനിടയാകും എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി മറ്റൊരു സന്ദേശം ഒരു കൊച്ചു സന്ദേശ കഥയിലൂടെ തന്നെ പങ്കുവെക്കാം. ഒരു അർമേനിയൻ യാത്രാ സംഘത്തിൻ്റെ കഥയുണ്ട്. അവര് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടാണ് കച്ചവടം നടത്തുക. മരുഭൂമിയിലൂടെയൊക്കെ ദീർഘനാളുകൾ യാത്ര ചെയ്ത് അവരുടെ കച്ചവടത്തിനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടും കച്ചവടത്തിന് കിട്ടിയ പണവും ലാഭവും ഒക്കെ ആയിട്ടും അവർ യാത്ര ചെയ്യും. ഒരു കൊള്ള സംഘം അവരെ പിടികൂടാൻ വേണ്ടി എല്ലായ്പ്പോഴും അവരുടെ പിന്നാലെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളും രാത്രി അവർ മരുഭൂമിയിലൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കുന്ന അവസരത്തിൽ കയറി കൊള്ളയടിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും രാത്രി അവർ കിടക്കാനൊക്കെ സമയമായി കഴിയുമ്പോൾ ഈ കൊള്ളക്കാർ നോക്കുമ്പോഴുണ്ട് ഈ ടെന്റിന് ചുറ്റും എപ്പോഴും തീ കത്തി നിൽക്കുന്ന പോലെയുള്ള ഒരവസ്ഥ. ഒരു ആഗ്നേയ കോട്ട ആ ടെന്റിന് ചുറ്റും വളഞ്ഞിരിക്കുന്നു. അവർ കാത്തിരുന്നു, ഇതെന്താണെന്ന് പോലും അറിയാതെ. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ മാസങ്ങളൊക്കെ കടന്നുപോയി. ഏറ്റവും ഒടുവിൽ ഒരു ദിവസം അവർ രാത്രി ശ്രദ്ധിക്കുമ്പോഴുണ്ട് ആ ആഗ്നേയ കോട്ടയ്ക്ക് ഒരു വിള്ളൽ. ആ വിള്ളലിലൂടെ ആ കൊള്ളക്കാരകത്ത് കിടന്നു. അവരുടെ സ്വഭാവം അനുസരിച്ച് കൊള്ളയടിക്കാനല്ല അവിടെ ശ്രമിച്ചത്. അവിടെയുള്ള എല്ലാവരെയും വിളിച്ചുണർത്തി. എന്നിട്ട് കാര്യം അന്വേഷിച്ചു. ഞങ്ങൾ കുറെ നാളുകളായി നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ ശ്രമിക്കുമ്പോൾ രാത്രി നിങ്ങളുടെ ടെന്റിന് ചുറ്റും ഒരു ആഗ്നേയക്കോട്ട തീ കത്തി നിൽക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് അടുക്കാൻ പോലും ആകുന്നില്ല. പക്ഷെ ഇന്ന് ഒരു വിള്ളൽ അതിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് കാരണം? എന്താണ് ഇവിടെ വ്യത്യാസം സംഭവിച്ചത്? ആ കൂട്ടത്തിന്റെ തലവൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങുക. ഇന്ന് അല്പം ക്ഷീണം കൂടിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന വേണ്ട എന്ന് വെച്ചു. അതാണ് ഞങ്ങളുടെ ആഗ്നേയ കോട്ടയ്ക്ക് ഒരു വിള്ളൽ തീർത്തത്, നിങ്ങൾക്ക് അകത്ത് വരാനായിട്ടൊക്കെ ഇടയാക്കിയത് എന്ന് പറഞ്ഞ ഒരു മറുപടി. ശ്രദ്ധിക്കണം, കുടുംബജീവിതത്തിൽ പ്രാർത്ഥന അനാവശ്യമായിട്ട് ചില സ്വാധീനങ്ങൾ കടന്നു കയറാത്ത രീതിയിൽ നമുക്ക് ഒരു ആഗ്നേയ കോട്ട എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മക്കളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഒറ്റക്കുള്ളൊരു പ്രാർത്ഥന, ഇതിനെല്ലാത്തിനും വലിയ മൂല്യമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അനാവശ്യമായ കടന്നുകയറ്റങ്ങൾ നമുക്ക് ഇല്ലാതെ സൂക്ഷിക്കാം. കുടുംബത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള സ്വാധീനങ്ങൾ കടന്നു വരാതെ നമുക്ക് സൂക്ഷിക്കാം. അതുകൊണ്ട് ആ ആഗ്നേയ കോട്ടയ്ക്ക് ഒരിക്കലും വിള്ളൽ വരാതിരിക്കാൻ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന കൂടി നമ്മൾ എപ്പോഴും കൈവിടാതെ സൂക്ഷിക്കണം. ഇന്നത്തെ സുവിശേഷം നമ്മളോട് വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. സുവിശേഷം പറയുന്നു, സായാഹ്നമായപ്പോൾ ഈശോയും ശിഷ്യന്മാരും കൂടി ഒരു വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. വേറെയും വള്ളങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഓരോ കുടുംബജീവിതവും ഒരു കരയിൽ നിന്ന് സ്വർഗീയ മറുകരയിലേക്കുള്ള ഒരു യാത്രയാണ്. വേറെ വള്ളങ്ങളും ഒക്കെ നമ്മുടെ കൂടെ യാത്രയുണ്ട്. ഈശോ നമ്മുടെ കുടുംബത്തിൽ മധ്യസ്ഥനായി, നമ്മുടെ കുടുംബത്തിലെ മധ്യത്തിൽ അവിടെ ജീവിക്കുന്നു, യാത്ര ചെയ്യുന്നു. അവിടെയാണ് എന്ത് പ്രശ്നം നമുക്ക് വന്നാലും ഈശോയെ ആദ്യം നമ്മൾ വിളിച്ചുണർത്തി ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഈശോയുടെ സഹായം നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. അവർ ഏറ്റവും ആദ്യം ചെയ്തത് ഈശോയെ വിളിച്ചുണർത്തുകയാണ്. ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. കുടുംബജീവിതത്തിൽ നശിക്കാൻ സാധ്യതയുള്ള എന്ത് ബാഹ്യശക്തികളും കുടുംബജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ മധ്യത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈശോയ്ക്കുള്ള സ്ഥാനത്ത് നിന്ന് ഈശോയെ വിളിച്ചുണർത്തണം. അവിടെ നിന്ന് എഴുന്നേറ്റ് പുറമെയുള്ള ബാഹ്യശക്തികളായ കാറ്റിനെയും കടലിനെയും എന്നതുപോലെ കടന്നു വരാൻ സാധ്യതയുള്ള എന്ത് ദുഷ്ടശക്തികളെയും അവിടെ നിന്ന് കീഴടക്കും. കുടുംബത്തിന് സമാധാനവും സംതൃപ്തിയും വരും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈശോയുടെ ആ സമയത്തുള്ള ചില പ്രവർത്തനങ്ങളും ഈശോയുടെ സാധ്യതയും ഈശോയുടെ ചില കഴിവുകളുമൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെ കുടുംബം ഒരുമിച്ച് ഒരു ഇത്തിരി നേരം പ്രാർത്ഥിച്ചു നോക്ക്. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ മധ്യത്തിൽ നിന്നുകൊണ്ട് നയിക്കണമേ എന്നൊരു പ്രാർത്ഥന. കുടുംബജീവിതത്തിന്റെ സായാഹ്നത്തിൽ എല്ലാവരും ഒരുമിച്ച്, ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അനുഗ്രഹങ്ങൾക്കും നന്ദിയും നാളെ കാര്യങ്ങൾ കൂടുതൽ സന്തോഷപ്രദമാകാനും ജീവിതം പ്രത്യാശഭരിതമാക്കാനും ഞങ്ങളെ സഹായിക്കണമേ, നല്ലൊരു വിശ്രമം നൽകണമേ എന്നൊരു കൊച്ചു പ്രാർത്ഥന. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബജീവിതത്തെ ഭദ്രമാക്കുന്നത്. ആഫ്രിക്കയിലെ ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയെക്കുറിച്ച്, ഒരു ഗോത്രത്തിന്റെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ആ ഗോത്രവർഗക്കാർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ഒരു കൂര, ഒരു ഭവനം, ഒരു ദേവാലയം ഒന്നുമില്ല എന്നതാണ്. അവിടെ ആ ഗോത്രത്തിലുള്ള ഓരോ കുടുംബത്തിനും പ്രാർത്ഥിക്കാനായി ഗോത്രത്തലവൻ ആ കാട്ടിൽ തന്നെ ഓരോ പ്രത്യേക സ്ഥലം നിശ്ചയിച്ചു കൊടുക്കും. ഓരോ കുടുംബത്തിനും ആ സ്ഥലത്തേക്കുള്ള യാത്രാ വഴിയും
ആ കുടുംബത്തിന് പ്രത്യേകതയാണ്. ഒരു കുടുംബം യാത്ര ചെയ്യുന്ന വഴിയെ ആ പ്രാർത്ഥനാ വഴിയിലേക്ക് വേറെ ആരും ആ വഴിയിൽ കൂടെ നടന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുടുംബം കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ഗോത്രത്തലവൻ അവരെ വിളിച്ച്, നിങ്ങൾ കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥന മുടക്കരുത് എന്നല്ല പറയുക, നിങ്ങളുടെ പ്രാർത്ഥനാ വഴിയിൽ ഒരുപാട് പുല്ല് പിടിച്ചിരിക്കുന്നു, അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ചു കളഞ്ഞ് ആ വഴി സുതാര്യമാക്കിയിടുക, വൃത്തിയാക്കിയിടുക എന്നാണ് അവരോട് പറയുക. ശ്രദ്ധിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രാർത്ഥന വഴിയിൽ ഇടയ്ക്ക് പുല്ല് പിടിച്ചു പോകാൻ ഇടയാകരുത്. അത് അത്യാവശ്യത്തിന് ദൈവത്തിന്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മുടെ വഴിയിലൂടെ നമ്മിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥനയാകുന്ന വഴി എപ്പോഴും വെട്ടിത്തെളിച്ചിടാനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു തുറന്ന വഴിയായി ആ പ്രാർത്ഥന വഴി സൂക്ഷിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം അവസാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്തകൾ ചുരുക്കുകയാണ്. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത്, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് ഈ നിമിഷം നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം സ്വസ്ഥമായിട്ടും സുന്ദരമായിട്ടും പോകാൻ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കുറവുണ്ടായാൽ എൻ്റെ നിറവ് കൊണ്ട് അതെങ്ങനെ തീർക്കാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്താണ് കുടുംബത്തിൻ്റെ ഭദ്രതയും സമാധാനവും എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും പരസ്പരം തുറന്ന് സംസാരിക്കുന്ന ഒരു നല്ല ശീലങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. പരസ്പരം തെറ്റുകളും വീഴ്ചകളും അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ വരാത്ത വിധം പ്രാർത്ഥനയുടെ ഒരാഗ്നേയ കോട്ട കൊണ്ട് അങ്ങയുടെ വലിയ ബന്ധനം, സ്നേഹത്തിൻ്റെ ബന്ധനം ഞങ്ങൾക്ക് ലഭ്യമാക്കാൻ അങ്ങ് ഇടയാക്കണമേ. അങ്ങിലേക്കുള്ള പ്രാർത്ഥനാ വഴി എപ്പോഴും തുറന്ന് സൂക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവാം അബ്രഹാം പ്രിയസുതനെ കൈപിടിച്ചു നടന്നു നീങ്ങുന്നു. ആദിപിതാവാം അബ്രഹാം പ്രിയസുതനെ കൈപിടിച്ചു നടന്നു നീങ്ങുന്നു. മനസ്സിലും തൻ കൈയിലും അഗ്നിയുമായി നടന്നു നീങ്ങുന്നു. മനസ്സിലും തൻ കൈയിലും അഗ്നിയുമായി നടന്നു നീങ്ങുന്നു. മോറിയ
ത്യജിക്കാൻ മനസ്സായി മല കയറുന്നു അബ്രഹാം. എല്ലാം സ്വന്തമായി കരുതിടുന്നു നീ. കണക്കു കൂട്ടുന്നുവോ നീ, കൂട്ടിക്കിഴിക്കുന്നുവോ? ഓർക്കുക നീ, ഓർക്കുക നീ, ഇല്ല ഒന്നും ശാശ്വതമുലകിൽ ഇല്ലിവിടുന്നും സ്വന്തമായി. ഇല്ല ഒന്നും ശാശ്വതമുലകിൽ ഇല്ലിവിടുന്നും സ്വന്തമായി. മോറിയ മോറിയ അവൻ സത്യ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണിത്. ശക്തി ദൈവശക്തി പരിശുദ്ധാത്മശക്തി. പ്രൈസ് ആൻഡ് വർഷിപ്പ് നാളെ രാത്രി 10 മണിക്ക്.